ഹലോ ഗൈസ്, എല്ലാവർക്കും അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഏത് ഫോർമേഷനാണ് ഏത് മാനേജറാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഏത് പ്ലേയിങ് സ്റ്റൈൽ ഒരു പ്ലേയിങ് സ്റ്റൈലിന് പറ്റിയ മാനേജറാണ് ഏത് മാനേജറിനാണ് നമ്മൾ ഏത് പ്ലേയിങ് സ്റ്റൈലിൽ കളിപ്പിക്കേണ്ടത്, അതേപോലെ ഏത് പ്ലേയിങ് സ്റ്റൈലിന് പറ്റിയ ബെസ്റ്റ് ഫോർമേഷൻ ഏതാണ്, അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നു. അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ ഫുള്ളായിരുന്നു കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാ ഭാഗവും കവർ ചെയ്യുന്നുണ്ട്. ഏത് മാനേജറിനെയാണ് ഉപയോഗിക്കേണ്ടത്. അധികം ആൾക്കാരും ഡിവിഷൻ മാച്ച് പോലത്തെ മാച്ചിലൊക്കെ തോൽക്കാനുള്ള കാരണം തന്നെ ഇതാണ്. ഇപ്പോൾ പോഷൻ ഗെയിം ഇട്ടിട്ട് ലോങ് ബോൾ കൗണ്ടറിൽ കളിപ്പിക്കാൻ പറ്റിയ ഒരു ഫോർമേഷൻ ഇട്ട് കളിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ആ ഒരു മാനേജറും അതുപോലെ ആ ഒരു പോഷൻ ഗെയിമും ആ ഫോർമേഷൻ കൂടി ഒത്തുപോകില്ല. അപ്പോൾ അധികം മാച്ച് പൊട്ടാനും അറ്റാക്കൊന്നും നടക്കാനും തോന്നും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ പക്ക ഷുവറായിരിക്കും. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഫോർമേഷനും ഏത് പ്ലേയിങ് സ്റ്റൈലാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ എല്ലാവരും മുഴുവനായി വീഡിയോ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് പൊസഷൻ ഗെയിം തന്നെയാണ്. പൊസഷൻ ഗെയിമിൽ കുറേ ബൂസ്റ്റർ മാനേജറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ ബൂസ്റ്റർ മാനേജർമാരും പൊസഷൻ ഗെയിമിൽ വളരെ നല്ലതാണ്. പൊസഷൻ ഗെയിം പറയുമ്പോൾ പരമാവധി നമ്മൾ മിഡിലൂടെയുള്ള കളി ശ്രമിക്കുക. വിങ്ങിന് പുറമെ മിഡിലൂടെ ഒരു ബ്രേക്ക് ത്രൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ഫോർമേഷൻസ് പറയുമ്പോൾ 4-3-2-1 4-3-2-1 നല്ല ഫോർമേഷനാണ്. അതുപോലെ 4-3-1-2 മിഡിലൂടെയുള്ള കളിയാണ് പൊസിഷൻ ഗെയിമിൽ പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി മിഡിലൂടെയുള്ള കളി തന്നെ ട്രൈ ചെയ്യുക. മിഡിലൂടെ ഒരു വെയിറ്റ് ചെയ്തുള്ള കളിയാണ്, അതിൽ കൗണ്ടറല്ല പൊസിഷൻ ഗെയിമിൻ്റെത്. നമ്മൾ മിഡിലിട്ട് കളിപ്പിക്കുക. അതുപോലെ അവരെ ഡിഫൻസ് ഒന്ന് പ്രഷറാവണം, അല്ലെങ്കിൽ മാച്ചപ്പ് യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണെങ്കിൽ കൂടി ഒരു ടൈമിങ്ങിൽ പ്രഷർ ഉപയോഗിക്കും. ആ ടൈമിലാണ് നമ്മൾ ഇത് വെച്ചിട്ട് പൊസിഷൻ ഗെയിം വെച്ചിട്ട് ബ്രേക്ക് ത്രൂ ഉണ്ട് ഡിഫൻഡേഴ്സിനെ. അപ്പോൾ പരമാവധി മിഡിലുള്ള കളി നോക്കുക പൊസിഷൻ ഗെയിമിന്. അതുപോലെ പൊസിഷൻ ഗെയിം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ബാക്കിനെ പരമാവധി ഡിഫൻസീവ് ഫുൾ ബാക്ക് ഇടുക. എതിരെ ഒരു കൗണ്ടർ കളിക്കുന്ന പ്ലെയറൊക്കെ ആണെങ്കിൽ ഉറപ്പാണ് നമ്മൾ പൊസിഷൻ ഗെയിമിൻ്റെ ടൈമിൽ വിങ് ബാക്കോട് ഒരു വിങ് ബാക്കിന് ഡിഫൻസീവ് ഇടുക, അല്ലെങ്കിൽ ഒരു വിങ് ബാക്ക് കയറിപ്പോവും ഉറപ്പാണ്. രണ്ട് അറ്റാക്കിങ് ഫുൾ ബാക്കിന് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ അവരാണ് കയറിപ്പോവും. അവർ നേരെ നമ്മൾ മിഡിലുള്ള കളീൻ്റെ ഇടയിൽ പോകും. എങ്ങനെ അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ വിങ്ങൾക്കൊരു ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്ന പ്ലെയറാണെങ്കിൽ സിമ്പിളായിട്ട് പൊട്ടും. അതുകൊണ്ട് പരമാവധി പൊസിഷൻ ഗെയിം കളിക്കുമ്പോൾ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിനും ഒരു ആങ്കർമാൻ ഉപയോഗിക്കാൻ നോക്കുക. ആങ്കർമാൻ എപ്പോഴും ഒരു സേഫ്റ്റിയാണ്. നമുക്കിപ്പോൾ മൈനസ് വെക്കേണ്ടി വന്നു, മിഡിൽ കളി നടന്നില്ല മൈനസ് വെക്കേണ്ടി വന്ന ആങ്കർമാൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് പൊസിഷൻ ഗെയിമിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ക്വിക്ക് കൗണ്ടർ നോക്കാം. ക്വിക്ക് കൗണ്ടറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ക്വിക്ക് കൗണ്ടറിൽ കുറേ ഫോർമേഷൻസ് നല്ല മാനേജറുള്ള ഒരു ഇതുമാണ്. അതുപോലെ നല്ല ശ്രദ്ധിച്ച് കളിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഇതുകൂടിയാണ് ക്വിക്ക് കൗണ്ടർ. ക്വിക്ക് കൗണ്ടറിൽ പറയുമ്പോൾ ഇപ്പോൾ സ്റ്റോയ്ക്കോവിച്ച് നല്ല മാനേജർ, സാബി അലോൺസോൻ്റെ നല്ല മാനേജർ, ഇപ്പോൾ ലംബാർഡ് വന്നു നല്ല മാനേജറാണ്. അതുപോലെ ക്വിക്ക് കൗണ്ടറും ഇതേപോലെ തന്നെ സെൻട്രലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട്. അത് കൗണ്ടറാണ്, ഫാസ്റ്റ് കൗണ്ടറാണ്. അതുകൊണ്ട് പരമാവധി നല്ല സ്പീഡായിട്ടുള്ള അറ്റാക്സിനെ വെക്കാൻ നോക്കുക. അതാകുമ്പോൾ ഓപ്പോൺ ഡിഫൻസ് എത്ര ഫാസ്റ്റ് ആണെങ്കിലും ആ പ്ലേസ് അഗ്രഷൻ കൊണ്ടാണ് കയറുള്ളിക്ക്. നല്ല ഒഫൻസീവ് അവയർനെസ് ഉള്ള പ്ലേസിന് വെക്കുക. അപ്പോൾ ഇതിനെ പറ്റി നല്ല ഫോർമേഷൻ വരുമ്പോൾ 4-3-1-2 നല്ല ഫോർമേഷനാണ്. 4-2-1-2 അതേപോലെ 4-1-4-1 4-1-2-3 അല്ലെ 4-2-1-3 അതൊക്കെ നല്ല ഫോർമേഷൻസാണ്. അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് പരമാവധി അങ്ങനത്തെ ഫോർമേഷൻസ് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ക്വിക്ക് കൗണ്ടറിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ലോങ് ബോൾ കൗണ്ടറിലോട്ട് പോകാം. ലോങ് ബോൾ കൗണ്ടറാണ് ഇപ്പോൾ ഡിവിഷൻ മാച്ചൊക്കെ എടുത്തൊക്കെ മെയിനായിട്ടുള്ള ഫോർമേഷൻ, അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഫോർമേഷനാണ് ലോങ് ബോൾ കൗണ്ടർ. അത്രത്തോളം റിസൾട്ടും തരുന്നുണ്ട്. കാരണം ഇപ്പോൾ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ഉപയോഗിക്കും എന്തായാലും. അപ്പോൾ നമുക്ക് ഈ ലോങ് ബോൾ കൗണ്ടറിൽ വിങ് ഫോർമേഷൻസ് ആണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നല്ല കോച്ചാണ് മൈക്കൽ ആർട്ടേറ്റ വന്ന് ദഷ്കാംസ് നല്ല കോച്ചാണ് ലോങ് ബോൾ കൗണ്ടറിന്. അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് റൈക്കാർഡ് ഞാൻ ഉപയോഗിച്ചാണ്. നല്ല ബാലൻസ് ആയിരുന്ന ഫോർമേഷനാണ്. അപ്പോൾ ഈ ഫോർമേഷൻ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ഇതാക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മിഡ്ഫീൽഡിൽ ഉപയോഗിക്കുന്ന പ്ലേസ് പരമാവധി നല്ല പാസിങ് അബിലിറ്റി ലോ പാസൊക്കെ ഉള്ള പ്ലേസിന് ഉപയോഗിക്കുക. അത് വിങ്ങിലുള്ള പ്ലേസ് നല്ല സ്പീഡും അതുപോലെ പല വിങ് ഫോർമേഷൻസ് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കും വിങ് ഫോർമേഷൻസ് പറയുമ്പോൾ നല്ല ഉപയോഗമാണ്. ഇതിലിപ്പോൾ മെയിനായിട്ടുള്ള ഫോർമേഷൻസ് പറയുമ്പോൾ 4-4-2 നല്ല ഫോർമേഷനാണ്. അതിൽ 4-3-3 അതിൽ 4-2-2-2 അത് നല്ല ഫോർമേഷൻസാണ്. അതൊക്കെ റിസൾട്ട് തരുന്നത് വെച്ചാൽ ലോങ് ബോൾ കൗണ്ടർ പറയുമ്പോൾ ഡിഫൻഡേഴ്സൊക്കെ ഒന്നും ഉള്ളിൽ കയറിയ ലോങ് ബോളാണ് പോകുന്നത്. അതുകൊണ്ട് ലോങ് ബോൾ പോകുമ്പോൾ പരമാവധി വിങ് പ്ലേയേഴ്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സഡനായിട്ട് ആ ഒരു ഡിഫൻസിനെ ബ്രേക്ക് ത്രൂ നടത്താൻ ശ്രമിക്കും. അതുപോലെ തന്നെ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ഉപയോഗിക്കുന്ന എന്തായാലും പൊട്ടും ലോങ് ബോൾ കൗണ്ടറിനെതിരെ. അതുകൊണ്ട് ലോങ് ബോൾ കൗണ്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മളും പരമാവധി ഡിഫൻസീവ് പ്ലേയേഴ്സിന് ഉപയോഗിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ലോങ് ബോൾ കൗണ്ടർ സേഫ് ആണെങ്കിൽ കൂടി എതിരെ കളിക്കുന്ന പ്ലേയേഴ്സിന് സുഖമാണ് ലോങ് ബോൾ കൗണ്ടർ പൊട്ടിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ബോൾ കൗണ്ടർ ഒരു വട്ടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിഡ്ഫീൽഡ് ഉള്ളിൽ കയറാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി ലോങ് ബോൾ കൗണ്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നാമത് നമ്മൾ ലോങ് ബോൾ കൗണ്ടർ ഉപയോഗിക്കുമ്പോൾ
പരമാവധി പ്ലേയേഴ്സ് എപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടാവും, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. 4 ഫോർവേഡാണെങ്കിൽ 4 ഫോർവേഡ് അവിടെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഡിഫൻസിൽ അത്ര ഇതാക്കേണ്ട ആവശ്യമില്ല. ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിന് പരമാവധി ഉപയോഗിക്കുക. പിന്നെ ഇപ്പോൾ 2 മിഡ്ഫീൽഡർ, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 4-2-4 ആണ്. അത് നല്ല ഫോർമേഷൻ ലോ ബോൾ കൗണ്ടറാണ്. അതിലിപ്പോൾ ഞാൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ 2 ഡിഫൻസീവ് ഫുൾ ബാക്കിനെ തന്നെ ഇട്ടിക്കണത്. പിന്നെ ഡിസ്ട്രോയറും ഒരു ബിൽഡപ്പും. പിന്നെ മിഡ്ഫീൽഡർ ആങ്കർമാനും ഞാൻ ഉപയോഗിക്കണം. പിന്നെ ഞാൻ ഓർക്കസ്ട്രേറ്ററിനും ഉപയോഗിക്കലുണ്ട്, ബോക്സ് ടു ബോക്സ് ഉപയോഗിക്കലുണ്ട്, ഹോൾ പ്ലെയറൊക്കെ ഉപയോഗിക്കലുണ്ട്. ചിലപ്പം ബോക്സ് ടു ബോക്സ് ആണ് അധികം ഉപയോഗിക്കുന്നത്. അവർ നല്ല ഈ ബോക്സ് ടു ബോക്സ് ഉപയോഗിക്കുന്ന പ്ലെയർ പരമാവധി നല്ല പാസിംഗ് എബിലിറ്റി ഉണ്ടാക്കാൻ ഉള്ള പ്ലേയേഴ്സിനെ ഇട്ടാൻ നോക്കുക. പിന്നെ വിങ്ങിൽ പ്രൊലിഫിക് വിങ്ങറിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്ട്രൈക്കർ 2 ഗോൾ പോച്ചർ. അപ്പോൾ അത് ലോങ് ബോൾ കൗണ്ടർ പറയുമ്പോൾ ഇപ്പോൾ നല്ല ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ലോങ് ബോൾ കൗണ്ടറിൽ ഇങ്ങനത്തെ ഫോർമേഷൻസ് ഉപയോഗിക്കുക. വിങ് ഫോർമേഷൻസ് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ എത്ര ഉള്ളൂ. പിന്നെ മറ്റുള്ള ഫോർമേഷൻ അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.